ഹലോ, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്ത് ടിപ്പാണ്. എൻ്റെ ടൈറ്റിൽ ആർത്രൈറ്റിസ് ആൻഡ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസും അതിൻ്റെ കാരണങ്ങളും. നമുക്ക് ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ പലർക്കും ഈ ഒരു അസുഖം ബാധിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിൻ, ഒരു സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ അത് എത്ര തരം ആർത്രൈറ്റിസ് ഉണ്ടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ചെറിയ രീതിയിൽ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിൽ ആദ്യത്തെ ടൈപ്പ് ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇത് സാധാരണ സംഭവിക്കുന്നത് നമ്മൾ നിരന്തരമായിട്ട് ഈ ജോയിൻറ്റുകളൊക്കെ, അത് കൂടുതലും പ്രായമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. വിയർ ആൻഡ് ടയർ എന്ന് പറയും. ഈ തേയ്മാനങ്ങൾ കാരണം ജോയിൻറ്റിലെ കാട്രിഡ്ജ് അത് തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. രണ്ടാമത്തെ തരം ആർത്രൈറ്റിസ് റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആൻറ്റി ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ഇമ്മ്യൂണിറ്റിയുടെ ഡിസോർഡർ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം കുറയുമ്പോൾ അത് ജോയിൻറ്റുകളെയൊക്കെ അഫക്റ്റ് ചെയ്യും. ആ ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. മൂന്നാമത്തെ ആർത്രൈറ്റിസ് ഗൗട്ട് ആർത്രൈറ്റിസ്. അത് വരുന്നത്, അതിൻ്റെ കാരണം പറയുന്നത് കോസ്ഡ് ബൈ ദി ബിൽഡപ്പ് ഓഫ് യൂറിക് ആസിഡ്. ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി യൂറിക് ക്രിസ്റ്റൽസുകൾ ഉണ്ടാവുകയും അത് ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് ഗൗട്ട് ആർത്രൈറ്റിസ്. നെക്സ്റ്റ് വണ് പ്രോറിയാക്റ്റിക് ആർത്രൈറ്റിസ്. നാലാമത്തെ ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് പ്രോറിയാക്റ്റിക് ആർത്രൈറ്റിസ്. ഒക്കേഴ്സ് ഇൻ സം പീപ്പിൾ വിത്ത് ഈ സൊറിയാസിസ് എന്ന് പറയുന്ന ഇതൊക്കെ, ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ആർത്രൈറ്റിസിന് പറയുന്ന പേരാണ് പ്രോറിയാക്റ്റിക് ആർത്രൈറ്റിസ്. അപ്പം നാലാമത്തെ പറഞ്ഞ അഞ്ചാമത്തെ തരം ആർത്രൈറ്റിസ് ലൂപ്പസ് ആർത്രൈറ്റിസ്. ഇതും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ കൊണ്ട് ബോഡിയിലെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആർത്രൈറ്റിസാണ് ലൂപ്പസ് ആർത്രൈറ്റിസ്. ഇനി ഇതിൻ്റെ റീസൺസ്, കോസസ്, എന്തുകൊണ്ടാണിത് സാധാരണ ഈ ആർത്രൈറ്റിസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഏജിങ് ഒരു ഫാക്ടറാണ്. പ്രായമാകുമ്പോൾ ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. അപ്പം പ്രായമാകുമ്പോൾ നമ്മൾ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ജോയിൻറ്റുകളൊക്കെ യൂസ് ചെയ്ത് അത് തന്നെ തേയ്മാനം സംഭവിക്കുന്നു. അത് ഒരു കാരണമാണ്. പിന്നെ ജനറ്റിക്സ്, പാരമ്പര്യം ഇതിന് ഒരു കാരണമാണ്. ജനറ്റിക്സ്, ഫാമിലി ഹിസ്റ്ററി ഇൻക്രീസ് ചെയ്യുന്നു ഇതിൻ്റെ റിസ്ക്. അപ്പോൾ അതിൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വരാനുള്ള റിസ്ക് കൂടുതലാണ്.
ദെൻ ഇൻഷുറീസൊക്കെ വരുമ്പോൾ ചില പരിക്കുകളൊക്കെ നമുക്ക് പറ്റുമ്പോൾ അത് കാലക്രമേണ അവിടെ പിന്നെ നമുക്ക് പെയിനുകളൊക്കെ ഉണ്ടാകാനുള്ള ഈ ആർത്രൈറ്റീസ് വരാനുള്ള ഇൻഷുറി റിലേറ്റഡ് ആർത്രൈറ്റീസ്, പ്രീവിയസ് ഇൻജുറീസ് ജോയിൻറ്റിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ലേറ്ററിൽ പിന്നീട് ഇത് ആർത്രൈറ്റീസ് ആയി മാറാനുള്ള റിസ്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നു. അടുത്ത ഒരു കാരണം പറയുന്നത് ഇൻഫെക്ഷൻസ്, സർട്ടൺ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ട്രിഗർ ജോയിൻ്റ് ഇൻഫ്ലമേഷൻ. അപ്പോൾ അത് ഈ ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയൊക്കെ പിന്നെ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് നമ്മളെ ജോയിൻറ്റുകളിലൊക്കെ ഇൻഫ്ലമേഷൻ ചെറിയ രീതിയിൽ നീർക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഒരു കാരണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്മ്യൂണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബോഡിക്ക് പ്രതിരോധമില്ലെങ്കിൽ അത് നമുക്ക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത. ബോഡി അറ്റാക്സ് ഇറ്റ്സ് ഓൺ ജോയിൻറ്റ് ടിഷ്യൂ. അപ്പം ബോഡി നമ്മുടെ ജോയിൻറ്റ് ടിഷ്യൂവിനെ അറ്റാക്ക് ചെയ്ത്, അതെന്തുകൊണ്ടാണ്? നമുക്ക് ബോഡിക്ക് ആവശ്യമായ പ്രതിരോധമില്ലാത്തതുകൊണ്ട്. അത് ഒരു കാരണം. പിന്നെ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത രീതികളും ഇതിന് ഫ്യൂച്ചറിൽ ഈ ആർത്രൈറ്റിസ് വരാനുള്ള കാരണമാണ്. ഒന്നാമത്തത് ഈ ഒബീസിറ്റിയൊക്കെ ഉള്ളവർക്ക്, അമിത ഭാരം, ശരീരഭാരമുള്ളവരൊക്കെ, അതുപോലെ തന്നെ അവരിങ്ങനെ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ തേയ്മാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് ചിലപ്പോൾ ലെഗിന് കാണത്തില്ല. അപ്പോൾ അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അതിന് തേയ്മാനങ്ങൾ, എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത. ദാറ്റ്സ് എ ലൈഫ് സ്റ്റൈലും. ദെൻ പൂറായിട്ടുള്ള മനുഷ്യന് ന്യൂട്രീഷ്യസ് അല്ലാത്ത ആഹാര രീതി, പല പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാതെ വരുമ്പോൾ ഇത് വരാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ ലാക്ക് ഓഫ്, ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത്, ലാക്ക് ഓഫ് എക്സസൈസും അനിവാര്യമാണ്. ഇതെല്ലാം നമ്മൾ ഇത് വന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് വരാതെ ഇരിക്കുന്നതിന് നമ്മളെ ജീവിത രീതി നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്, കണ്ടീഷൻ ഓഫ് ദ ബോഡി. ബിക്കോസ് ജോയിൻ്റ് പെയിനും ഇൻഫ്ലമേഷനും, സന്ധികൾക്ക് വേദന. നമ്മൾ മലയാളത്തിൽ പണ്ടൊക്കെ വാദം എന്നൊക്കെ പറയുന്നു. സന്ധി വേദനയും ഈ സന്ധികളിലൊക്കെ നീർക്കെട്ടൊക്കെ വരും. അത് നമുക്ക് നടക്കുന്നതിനും ഭയങ്കര സിവിയർ പെയിനായിരിക്കും. ആൻഡ് അത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പല തരത്തിലുള്ള ആർത്രൈറ്റീസ് ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റീസ്, റിമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഗൗട്ട് ആർത്രൈറ്റിസ് ആൻഡ് അപ്പോൾ അതുപോലെയുള്ള പലതരത്തിലുള്ള ആർത്രൈറ്റീസ് ഉണ്ട്. അതിന് ഓരോന്നിനും ഡിഫറൻറ്റ് കാരണങ്ങളുമാണ്. ഏജിങ് വരാം, പിന്നെ യൂറിക് ആസിഡ് കൊണ്ട് വരുന്നു, അണുബാധ കൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏർലി ഡയഗ്നൈസ്, നേരത്തെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ ആർത്രൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് മാനേജ് ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളും വന്ന് അത് കോംപ്ലിക്കേഷനിലോട്ട് പോയിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യൂർ, അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിന് കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോയുമായിട്ട് അടുത്ത സമയം ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.